ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും അതിൻ്റെ വളർച്ചയ്ക്കും കർത്താവിനോട് നിങ്ങളെ ഓരോരുത്തരെയും കൂടുതലായി അടുക്കുന്നതിനും അത് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. ആ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് തൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിനായി ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ദൈവദാസന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. ഈ രാവിലെ കാലം അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവേ. നമ്മുടെ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ ദാസനെ ദൈവം നടത്തിയ വിധങ്ങളും വഴികളും കർത്താവെ സംസാരിപ്പാൻ, അതനേകരുടെ ജീവിതത്തിൽ ആശ്വാസവും വിടുതലും തണുപ്പും തണലുമായി മാറുവാൻ കർത്താവ് സഹായിക്കണമേ. കേൾക്കുന്ന ജനത്തിന് ആത്മീക വർധനവുണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. അങ്ങയുടെ നാമം ഇതിലൂടെ മഹിമപ്പെടുവാനിടയാക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടേതായ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഞങ്ങളുടേതായ ചാനലിൽ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതായ ഈ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓക്കെ പാസ്റ്ററിൻ്റെതായ സമയമാണിപ്പോൾ. പാസ്റ്ററിൻ്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു പാസ്റ്റർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഇപ്രകാരം ഈ ജോയ്സ് ടി വിയിലൂടെ എൻ്റെ സാക്ഷ്യം പങ്കുവെക്കുവാൻ എനിക്ക് വലുവനായ ദൈവം തന്ന അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ അതിനായി ദൈവം ഉപയോഗിക്കുന്ന പ്രിയ റീച്ചലാൻഡി, അതിനു മുമ്പായി അതോടൊപ്പം പ്രിയ സജീച്ചനാണ് ആൻറ്റിയെ എന്നെ പരിചയപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നത്. എല്ലാം ദൈവം ഒരുക്കുന്ന മുഖാന്തരങ്ങൾക്കായി ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പ്രത്യേകാൽ ഞാൻ ദൈവം അനുവദിച്ച് പാർക്കുന്നത് നാട്ടിലെ റാന്നിക്ക് അടുത്ത് റാന്നി തിരുവല്ല റൂട്ടില് പ്ലാങ്കമൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. അരൂര് പ്ലാങ്കമൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നത്. 1 വാക്യത്തിൽ പറയുന്ന പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്നുള്ള കർത്താവിന്റെ വചനപ്രകാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നൽകുന്ന നല്ല അവസരത്തിനായി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് ഒരു മർത്തോമ പാരമ്പര്യമുള്ള കുടുംബത്തിലാണ്. പക്ഷെ പള്ളിയുമായിട്ടോ എന്നാൽ ദൈവവുമായിട്ടോ ഒന്നും കുടുംബത്തിന് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്രായം മുതൽ തന്നെ പുകവലിക്കും മദ്യപാനത്തിനും അടിമപ്പെടുവാനും ആ തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടായിരുന്നു എനിക്ക് പിന്നെ എൻ്റെ ബാല്യകാലത്തിൽ ലഭ്യമാകുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പം എനിക്ക് ഉള്ളില് ഭാരമുണ്ടായിരുന്നു, എങ്ങനെ ഇതിനകത്തുനിന്ന് ഒന്ന് വിടുവിക്കപ്പെടും എന്നൊക്കെ ഉള്ളിലുണ്ടെങ്കിലും ഒരു തരത്തിലും ഈ ശീലങ്ങളിൽ നിന്ന് ഒരു വിടുതലുണ്ടാകാൻ കഴിയാതെ മുമ്പോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഉണ്ടെന്നൊന്നും അന്ന് അറിയത്തില്ല. ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മർത്തോമ പള്ളിയിൽ ഉള്ള രച്ചായൻ ഒരു ദിവസം എന്നെ വഴി വെച്ച് കണ്ടപ്പോൾ അവിടുന്ന് ക്രിസ്മസ് കരോളിന് ഇറങ്ങുന്നുണ്ട്, അതിന് പാട്ട് പാടാൻ നിനക്ക് സമയമുണ്ട്, നീ കൂടെ വാ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ്
പള്ളിയുടെ ഒരു ബന്ധത്തിലേക്കൊന്ന് പോകാനായിട്ട് ഒക്കെ ഇടയായി തീർന്നത്. ആ ബന്ധം പിന്നെ തുടർന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, നീ സൺഡേ സ്കൂള് പഠിപ്പിക്കാൻ സമയമുണ്ടെങ്കിൽ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ ചുവന്നേരം സൺഡേ സ്കൂളൊന്നും പഠിച്ചതല്ല, അപ്പം ഞാൻ എന്തുവാ പഠിപ്പിക്കുന്നത്, കുഴപ്പമില്ല, പുസ്തകം തരാം, നീ വന്ന് വായിച്ചൊക്കെ നോക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ മതിയെന്ന് എന്നോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ സൺഡേ സ്കൂളും അതിനുശേഷം VBSഉം ഒക്കെ ആയി മർത്തോമ ഞങ്ങളുടെ അവിടെ ഇരുവൂർ കർമ്മേൽ മർത്തോമ പള്ളി എന്ന് പറയുന്ന പള്ളിയിൽ കാര്യങ്ങളിലോട്ടൊക്കെ ഇങ്ങനെ പോകാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അപ്പോൾ തന്നെ പള്ളിയിൽ കാര്യങ്ങൾ പിന്നെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഞായറാഴ്ച പള്ളിയിൽ പോവുകയും അതുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. പക്ഷെ തിങ്കളാഴ്ച അടുത്ത കൂട്ടുകാരുടെ കൂടെ പത്തനംതിട്ട ബാറിലോട്ടും വൈകിട്ട് പിന്നെ അങ്ങനെയുള്ള സൽക്കാരങ്ങളും കൂട്ടുകെട്ടുകളും ഒക്കെ അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഏകദേശം 89, 90, 92 ഒക്കെ ഉള്ളതായ സമയത്ത് അങ്ങനെ ആ നിലവാരത്തിൽ മുമ്പോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം 1992 എൻ്റെ അമ്മ എവിടോ പോയിട്ട് വന്ന് ബാഗ് തുറന്ന് മേശപ്പുറത്ത് തൻ്റെ ബൈബിൾ എടുത്ത് വെക്കുന്ന കാഴ്ച ഞാൻ കാണാനിടയായി. അന്നേരം എനിക്ക് മനസ്സിലായത് എവിടോ വെളിയിൽ വേറെ പ്രാർത്ഥനയ്ക്ക് പോയതാണ് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ നമുക്ക് അത്രയും പ്രാർത്ഥനയൊന്നും വേണ്ട, അതുകൊണ്ട് ആ പരിപാടി ഇന്നുകൊണ്ട് നിർത്തണം എന്ന് അമ്മയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, ഞാന് ഇത് ദൈവത്തോടെടുത്തൊരു തീരുമാനമാണ്, അതെന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ 2 പെങ്ങന്മാരാണുള്ളത്. ഇളയ പെങ്ങള് പ്രസവത്തോടനുബന്ധിച്ച് മരിച്ചു പോകുമെന്ന് തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. അപ്പം അതിന് പ്രകാരം മാമോദിസ ഒന്നും മുക്കാത്തത് കൊണ്ട് പിന്നെ കുഞ്ഞിനെ അടക്കാൻ ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഏറ്റവും അടിവശത്ത് മുളയൊക്കെ നിൽക്കുന്ന തോടിനോട് ചേർന്നുള്ള സ്ഥലം എല്ലാം മുളയുടെ ഇലയെല്ലാം വൃത്തിയാക്കി അവിടെ കുഞ്ഞിനെ അടക്കാനുള്ള ക്രമീകരണത്തിന് മമ്മൂട്ടിയൊക്കെ തന്ന് എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ പോയി അതെല്ലാം ഏറിയ എല്ലാം വടിച്ചു മാറ്റി എല്ലാം വൃത്തിയാക്കിയതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ കുഞ്ഞു മരിച്ചില്ല, ആ കാര്യത്തെ കുറിച്ച് പിന്നെ ചിന്തിച്ചുമില്ല. പക്ഷെ ഈ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വന്ന് ഞാൻ ഇനിയും അങ്ങനെ പോകരുതെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നിന്നോടല്ല, ഞാൻ ദൈവത്തോടാണ് തീരുമാനമെടുത്തത്. അന്ന് ആകെ അറിയാവുന്നത് ഇത്രമേ ഉള്ളൂ. ആശുപത്രി കിടക്കുമ്പോൾ ഡോക്ടേഴ്സ് കുഞ്ഞ് മരിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ അവിടെ കിടന്നുകൊണ്ട് ആകെയുള്ള അറിവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, അന്ന് മർത്തോമ സഭയിലെ അച്ഛൻ ജോൺസൺ അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ്റെ അവിടെ ആൾക്കാരൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനെ കുറിച്ചുള്ള അറിവ് കേട്ടിട്ടുണ്ട്. അപ്പം അമ്മ അവിടെ കിടന്നുകൊണ്ട് ആശുപത്രി കിടന്നുകൊണ്ട് തീരുമാനമെടുത്ത് തലച്ചെറിയച്ഛൻ്റെ അവിടെ, അന്ന് അച്ഛൻ റാന്നി കണ്ണുംപേരൂര് പള്ളിയിൽ ഇരിക്കുകയാണ്. അപ്പം ആ പ്രാർത്ഥനയ്ക്ക് പൊക്കോളാം എന്ന് അമ്മ, കുഞ്ഞിനെ മരണത്തിൽ നിന്ന് വിടുവിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് പൊക്കോളാം എന്ന് അമ്മ അവിടെ വെച്ച് തീരുമാനമെടുത്തതായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഞാൻ അവിടെ ആ പ്രാർത്ഥനയ്ക്ക് പോയത്, അതുകൊണ്ട് എനിക്ക് ഇനിയും പിന്നെ അതിന് പോകാതിരിക്കാൻ പറ്റത്തില്ല എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ പൊക്കോ, എല്ലാവരും എന്തുവാ ചെയ്യുന്നത്, അങ്ങനെ അനുവദിച്ചു. പക്ഷെ ഒരാഴ്ച പോയിട്ട് അടുത്ത ആഴ്ച പോയിട്ട് വന്നപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ കാര്യം അച്ഛനോട് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, നീയും അങ്ങ് വരുമെന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ലത് കാണണം, എന്നെ ഒന്നും കിട്ടത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, പള്ളിയുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് കൂട്ടുകാരുമൊത്ത് മദ്യപാനവും ആ ഒരു നിലവാരത്തിലുള്ള ജീവിതവും കൂടെ പറ്റുമല്ലോ. അതാണ് നമുക്ക് ഏറ്റവും സന്തോഷം. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം, എനിക്കൂടെ പിന്നെ ഈ പ്രാർത്ഥനയിൽ ഒന്ന് പോകണമെന്നൊരു ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായി. അന്ന് ബസ്സൊന്നുമില്ല, പക്ഷെങ്കിൽ ജീപ്പിനൊക്കെ കയറി ആ സ്ഥലത്ത് ചെന്ന് അച്ഛനെ കണ്ടൊന്നുമില്ല. പക്ഷേ അവിടുത്തെ പ്രാർത്ഥനയിൽ ഞാൻ സംബന്ധിക്കുവാനായിട്ടിടയായി തീർന്നു. ആ പ്രാർത്ഥനയിൽ വെച്ച് എനിക്കെന്തോ ഒരു മാറ്റം,
ദൈവികമായ ഒരു ഇടപെടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അന്ന് അവിടെ വെച്ച് തീരുമാനമെടുത്തു, ഇനിയും ജീവിതത്തിൽ പുകവലിക്കുകയില്ല, ജീവിതത്തിൽ മദ്യപിക്കുകയില്ല എന്ന് അവിടെ വെച്ച് ഒരു തീരുമാനമെടുക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. എൻ്റെ കൂട്ടുകാർക്കൊക്കെ വലിയ വിഷമമായി പോയി. അപ്പോൾ തന്നെ എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള വലിയൊരു ചിന്തയും എന്തോ ബൈബിൾ പറയുന്ന പോലെ എൻ്റെ മനസ്സിനെ ഒന്ന് ആരോ തിരിച്ചതുപോലെ ഉള്ള ഒരു വലിയ തിരിവ് ഉണ്ടായി. തീരുമാനമെടുത്തു. അങ്ങനെ പിന്നെ ആദ്യമേ എൻ്റെ ഒരു കൂട്ടുകാരന്റെ അറിവിൽ ഒരു ബൈബിൾ കോളേജിൽ പോകുവാനിടയായി തീർന്നു. അത് കണ്ണൂരിനപ്പുറത്ത് പയ്യന്നൂര് പിന്നെ അവിടെയുള്ള ഒരു ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിലാണ് പോകാനായിട്ട് ഇടയായി തീർന്നത്. പക്ഷേ അവിടെ ഏകദേശം ഒരു മാസമൊക്കെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു പ്രയാസങ്ങൾ ഉണ്ടായിട്ട് സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്ക് ജോയിൻസിന് ബലമില്ലാതെയായി നിൽക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയിരുന്നു. തിരിച്ചു വന്ന് ഹോസ്പിറ്റലിലൊക്കെ എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അവര് നോക്കിയിട്ട് ബാക്കി കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെങ്കില് അവര് തന്നെ ആകെയുള്ള പഥ്യം എന്ന് പറയുന്നത് വിശക്കാൻ പാടില്ല. അപ്പം 3-4 നേരവും 5 നേരവും കഴിച്ച് ഒക്കെ ബലപ്പെട്ട് മുമ്പോട്ട് പോകാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ പോയി. രണ്ടാമതൊരു ബൈബിൾ കോളേജിൽ പോയി. അവിടെ ഒരാഴ്ച പോലും നിന്നില്ല. അവിടെ നിന്നും തിരിച്ചു പോരാനിടയായി തീർന്നു. അങ്ങനെ ബൈബിൾ കോളേജ് പഠനമൊക്കെ ഏകദേശം 2-3 ബൈബിൾ കോളേജിലൊക്കെ പോയി. ഒരു മാസവും ഒരാഴ്ചയും ഒരു ദിവസവും കൊണ്ടൊക്കെ റാന്നിയിൽ ഒരിടത്തും പോയി. അങ്ങനെ അതൊക്കെ അവസാനിച്ചു. അന്ന് കുടുംബത്തിലെ വീട്ടിലെ ഭാരമൊക്കെ ആയിട്ട് വന്ന് അതോടൊപ്പം ചെറുപ്രായം മുതലുള്ള ആഗ്രഹവും ഒക്കെ നിമിത്തം ഞാന് വണ്ടിയോടുള്ള താല്പര്യം നിമിത്തം വാഹന ഫീൽഡിലോട്ട് ഞങ്ങളുടെ സ്റ്റാൻഡിൽ പ്ലാങ്കോണ് സ്റ്റാൻഡിൽ വണ്ടി ഓടിക്കുകയും 93-94 ടാക്സിയും ഓട്ടോയും അങ്ങനെയൊക്കെ ആയിട്ട് ജംഗ്ഷനിൽ ആയിരുന്നു. അപ്പോൾ തന്നെ പള്ളിയിലെ പ്രധാനപ്പെട്ട പിന്നെ മധുവായി കയറുകയും യുവജന സഖ്യം വേറെ ഇതുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ ആയിരുന്നു. അപ്പൊ അങ്ങനെ 1996 ആയപ്പോഴേക്കും വിവാഹം കഴിച്ചു. ആ സമയത്ത് റാന്നി തിരുവല്ല റൂട്ടിൽ ഒരു ബസ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ കയറി. പക്ഷേ അത് ഞങ്ങൾ 2-3 പേര് കൂടി എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ റാന്നി തിരുവല്ല റൂട്ടിൽ സ്വന്തമായ ബസ്സും അത് ഓടിക്കുകയും എന്റെ കാര്യങ്ങളൊക്കെ നടത്തി മുമ്പോട്ട് പോയി. പക്ഷേ എവിടെ തൊട്ടാലും മുഴുവനും നഷ്ടങ്ങളും കഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ ജോൺസൺ അച്ഛൻ്റെ അവിടെ ഞാൻ പോകാൻ കാരണം തന്നെ എനിക്ക് ഗൾഫിന് പോകാൻ വിസ ലഭിക്കാതെ പോകുന്നു എന്നുള്ള ഒരു വിഷയത്തിന്റെ പേരിലാണ് പ്രാർത്ഥനയ്ക്ക് പോകാൻ ഞാൻ തീരുമാനമെടുത്തത്. പക്ഷേ അവിടെ ചെന്ന് കയറിയതോടുകൂടി ഗൾഫിൽ പോകുന്നതിന്റെ പ്രാധാന്യമൊക്കെ വിട്ട് ദൈവിക ബന്ധത്തിലോട്ട് തിരിഞ്ഞു. അങ്ങനെ 1996 ഗൾഫിൽ പോയി. ഗൾഫിന് ഇതെല്ലാം വിറ്റ് വണ്ടിയൊക്കെ കൊടുത്ത് നഷ്ടം മുഴുവൻ 1 രൂപ പോലും തിരിച്ചു കിട്ടാതെ മുഴുവൻ വലിയ കഷ്ടങ്ങളും നഷ്ടങ്ങളുമായി വിദേശത്തേക്ക് പോയി. അവിടെ ചെന്ന് കയറി. അവിടെ ചെന്ന് കയറിയപ്പോൾ ഈ അപ്പന്റെ ഭവനത്തിൽ നിന്ന് പോയ മകൻ ചെന്ന് വലിയ പ്രതിസന്ധിയിലായെന്ന് പറഞ്ഞതുപോലെ വലിയ കഷ്ടത്തിൽ അവിടെ ആകുവാനിടയായി തീർന്നു. എന്നാൽ അവിടെ വെച്ചൊരു പാഠം ദൈവം എന്നെ പഠിപ്പിക്കുവാനിടയായി. കാരണം ഞാൻ പ്ലംബർ വിസയിലാണ് പോയത്. അവിടെ ചെന്നപ്പോൾ എല്ലാ ജോലിയും ചെയ്യേണ്ടി വന്നു. വെളിയിൽ ശ്വാസം കിട്ടാതെ, ചൂട് കൂടി ശ്വാസം കിട്ടാതെ മയങ്ങുന്ന അനുഭവങ്ങൾ വരെ ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ അടുത്തൊരു ഗ്രൂപ്പ് അവിടെ നല്ല സുഖ സൗകര്യത്തോടെ, അതായത് AC വീട്ടിൽ ജീവിക്കുന്നു, AC കാറിൽ യാത്ര ചെയ്യുന്നു, ഓഫീസിൽ വരുമ്പോൾ AC ഉള്ള ഓഫീസ് എന്ന് വേണ്ട, മാത്രമല്ല നമുക്ക് കഷ്ടിച്ച് 1000 നിറത്തി താഴെ കിട്ടുമ്പോൾ അവര് 4000-നും 5000-നും അതിന് മേപ്പോട്ടും ഉള്ള ശമ്പളം കൈപ്പറ്റി സുഖലോലുപരായി കഴിയുന്നു. അപ്പൊ അത് ചിന്തിച്ചപ്പോ ഒരു കാര്യം പിടികിട്ടി. സ്കൂളിൽ വിട്ടപ്പോൾ മാതാപിതാക്കളും അധ്യാപകരും പഠിക്കാൻ
ആവശ്യപ്പെട്ടു. പക്ഷെ നമ്മൾ പഠിച്ചില്ല, അവര് പഠിച്ചു. അതുകൊണ്ട് ഇവിടെ വെച്ച് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ വാക്ക് കേട്ട് അധ്വാനിച്ചവർക്ക് അപ്പുറത്ത് ചെന്നപ്പോൾ, അങ്ങേ രാജ്യത്ത് ചെന്നപ്പോൾ ഒരു സുഖമായ ജീവിതം ലഭിച്ചു. എന്നാൽ ഇവിടെ വെച്ച് ഉഴപ്പി നടന്നവർക്ക് അങ്ങേ രാജ്യത്ത് ചെന്നപ്പോൾ വലിയ കഠിനതയേറിയ ഭാരമുള്ള അനുഭവവുമാണ് എന്നുള്ളത് എനിക്കൊരു പാഠമാക്കി ദൈവം എന്നെ പഠിപ്പിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ 1 വർഷം തികയാതെ ഞാൻ തിരിച്ച് നാട്ടിലെത്തി. പിന്നീട് ആ സമയത്തേക്ക് പിതാവും മാതാവും 2 സഹോദരിമാരും, പിതാവ് വിദേശത്ത് വെച്ച്, ഇവിടെ മാതാവും സഹോദരിമാരും എല്ലാം റാന്നി അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചില് പോകാനും അംഗങ്ങളായി തീരുവാനും ഒക്കെ ഇടയായിത്തീർന്നു. പക്ഷെ ഞാനും ഭാര്യയും അതിന് തയ്യാറായില്ല. അപ്പൊ അതുകൊണ്ട് വീട്ടിലോട്ട് വന്നാൽ എപ്പോഴും പാസ്റ്റർമാര് ശല്യമാണ്. പിന്നെ സ്നാനപ്പെടണം, ബന്ധുക്കോസ് ചേരണം എന്നെല്ലാം പറഞ്ഞ് അവരുടെ ഉത്തരവും എല്ലാം കൂടെ ഹേതുവായി പിന്നെ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകാനിടയായി. അമ്മ കരച്ചിലും പിടിച്ചിലും, ആ മോനെ ഞാൻ നിന്റെ ദോഷത്തിനായിട്ടൊന്നും അല്ല പറയുന്നില്ലല്ലോ, നീ എങ്ങനെയും ഇതിനകത്ത് വാ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്താൽ അതിന് സാധിക്കുന്നില്ല. പിന്നെയും റാന്നി തിരുവല്ല റൂട്ടിൽ ബസ്സിൽ ഓടിക്കാനും ഒക്കെ പോയി. ഭാര്യ വീട്ടിലും അപ്പോൾ തന്നെ വേറെ വീട്ടിലും ഒക്കെ ആയിട്ട് താമസിച്ച് പിന്നെ മുമ്പോട്ട് പോകുവാനിടയായി തീർന്നു. ആ സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ള ഞങ്ങളുടെ പള്ളിയിൽ തന്നെയുള്ള രച്ചാൻ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇവിടെ അടുത്ത് ഒരു സാജു എന്ന് പറയുന്ന, ലഗനാക്കുടിയിൽ സാജു എന്ന് പറയുന്ന പിന്നെ ആളുണ്ട്. പുള്ളിക്ക് ഇവിടെ ഒരു പ്രയർ ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ തന്നെ പുള്ളിക്ക് ക്രഷർ യൂണിറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് അവിടെ ഒരു ജോലിയും ആകും. അപ്പോൾ തന്നെ നെബുവിനെ പ്രാർത്ഥനയ്ക്കൊക്കെ പോവുകയും ചെയ്യാമല്ലോ. അപ്പൊ ഞാൻ സാജുവിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് എന്നെ ആചാര്യമായിട്ട് പരിചയപ്പെടുത്തി. അങ്ങനെ ഞാൻ അവരുടെ ടിപ്പറയില് ഓടിക്കുകയും അപ്പോൾ തന്നെ വൈകിട്ട് അത് കഴിഞ്ഞ് അവരുടെ പ്രയറിന് സംബന്ധിക്കുകയും ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ അവിടെ എല്ലാ 2ാം ശനിയാഴ്ചയും ഒരു മീറ്റിംഗ് ഉണ്ട്, എല്ലാ 2ാം ശനിയാഴ്ച. അപ്പം പക്ഷെ എനിക്ക് 2ാം ശനിയാഴ്ചത്തെ മീറ്റിങ്ങിന് സംബന്ധിക്കാൻ പറ്റത്തില്ല. കാരണം പകലോട്ടമുള്ളത് കൊണ്ട്, ടിപ്പറയിൽ ഓടിക്കുന്നത് കൊണ്ട് 2ാം ശനിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ എനിക്ക് സംബന്ധിക്കാൻ കഴിയുകയില്ല, വൈകിട്ട് പോകും. എന്നാൽ ഈ ആദ്യമേ ഒരു ദിവസം ഞാൻ ടിപ്പറുമായിട്ട് പോകുമ്പോൾ ഈ ശനിയാഴ്ച പകല് ഓട്ടം പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ഏതോ ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്ത കൂട്ടത്തിൽ കുറെ വാഴയൊക്കെ നിൽക്കുന്ന സ്ഥാനത്ത് പിന്നെ സൈഡ് കൊടുത്ത കൂട്ടത്തിൽ വാഴക്കച്ചയ്ക്കിടയിൽ ഒരു പോസ്റ്റിന്റെ സ്റ്റേ കമ്പി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് കാണാൻ കഴിയാഞ്ഞത് കൊണ്ട് ജിപ്പിന്റെ പുറകിൽ ഒരു കൊളുത്തുണ്ട് വളഞ്ഞു നിൽക്കുന്നത്. ആ കൊളുത്ത് ഈ സ്റ്റേ കമ്പിയിൽ ഉടക്കിയിട്ട് പോസ്റ്റ് ഒടിഞ്ഞു. അത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട 2-3 എണ്ണം കൂടെ ഒടിയാനിടയായി. അപ്പൊ അത് എന്റെ പിന്നെ ഓണർക്ക് ഒരു പ്രയാസം ഉണ്ടാക്കി, കുറെ കാശ് അതിനകത്തൂടെ മുടക്കേണ്ടി വന്നു. അത് പരിഹരിച്ചു. അടുത്ത മാസം അതേ 2ാം ശനിയാഴ്ച വന്നപ്പോൾ ഞാൻ ഈ വാഹനവുമായി പോയി ഒരിടത്തോട്ട് ലോഡ് ഇറക്കുമ്പോൾ റിവേഴ്സ് എടുത്ത കൂട്ടത്തിൽ എൻ്റെ ഒരു ടയറാണ് കീറിപ്പോകാനിടയായി. അതുമായി ഞാൻ തിരിച്ച് അവരുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി അത് നോക്കിയിട്ട് പറഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലത്ത് ആദ്യമായിട്ടാണല്ലോ നിങ്ങൾ പുതിയൊരു ടയർ പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കീറിപ്പോകുന്നത് എന്ന് പറയുവാനിടയായി. അപ്പൊ എനിക്ക് പിടികിട്ടി, ഈ ദൈവത്തിന്റെ ഈ മിസ്രൈമിൽ മന്ത്രവാദികൾ പറഞ്ഞു ദൈവത്തിന്റെ പേരുകളല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ളത് പറഞ്ഞ ആ ഭാഗം ഓർമ്മ വന്നു. ഇത് ദൈവത്തിന്റെ കരം തന്നെയാണ് എന്നുള്ളത് അന്ന് എനിക്ക് ഉള്ളിലെ ചിന്ത വന്നിട്ട് ഞാൻ തീരുമാനമെടുത്തു, ഇനിയും ഞാൻ വാഹനം ഓടിക്കുന്നില്ല, ജോലി കാര്യങ്ങൾ നിർത്തി കർത്താവിന്റെ വേലയിലോട്ട് തിരിയണം എന്നുള്ളത്. അന്ന് അവിടെ ഓഫീസിലിരിക്കുന്ന ജോർജ് കുട്ടിച്ചാനോട് ഞാൻ പറഞ്ഞു,
അച്ഛാ ഞാൻ ജോലി വിടുകയാണ്, ഇനിയും അപ്പൊ ഇനി എന്തോ ചെയ്യും എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. വടക്കേ ഇന്ത്യയിൽ സുവിശേഷ വേല എന്നൊക്കെ പറയുമ്പോൾ വടക്കേ ഇന്ത്യയിലോട്ട് ഒക്കെ പോവുകയാണല്ലോ, അതിന് എന്തെങ്കിലും പോകാം, അതുകൊണ്ട് ഞാൻ ഇനിയും അടുത്ത ആഴ്ച മുതൽ ജോലിക്ക് വരികയില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ജോലി വിടുവാനിടയായിട്ട്. എന്നാൽ ഈ വിവരം സഹിച്ചാൻ അറിഞ്ഞപ്പോൾ എന്നോട് സഹിച്ചാൻ പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് സഹിച്ചാൻ പറഞ്ഞു, നെബു ഒരു കാര്യം ചെയ്യേ, ജോലി എനിക്ക് വരണ്ട, പക്ഷേ പ്രാർത്ഥനയ്ക്ക് വാ, ഞങ്ങൾ ഈ ടീമിന്റെ കോർഡിനേറ്ററായിട്ട് നെബുവിനെ ആക്കുകയാണ്. അപ്പം പ്രയറൊക്കെ ലീഡ് ചെയ്ത് പകലും നമുക്ക് പ്രാർത്ഥന തുടങ്ങാം വീടിന്റെ മുകളിൽ. അങ്ങനെ ആയി, എനിക്കും വലിയ സന്തോഷമായി. അപ്പോൾ എനിക്ക് ഒരു സപ്പോർട്ടൊക്കെ തന്ന് അങ്ങനെ ഞാൻ ജോലി വിട്ട് ആ ടീമിന്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കാൻ ഇടയായി. പകലും രാത്രിയിൽ ഞങ്ങൾക്ക് പ്രാർത്ഥനകളുണ്ട്, പിന്നെ ഞങ്ങൾക്ക് സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥനകൾ ഒരുമിച്ച് പോയി നടത്താറുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് പോട്ടയില് ഒരാഴ്ച ധ്യാനം കൂടാൻ പോകുവാൻ ഇടയായി. ഇങ്ങനെയൊക്കെ എല്ലാം മുമ്പോട്ട് പോവുകയാണ്. അപ്പം ഈ ടീമിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും ഒരു ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ബൈബിൾ ക്ലാസ് ബ്രദറിലെ ഒരു സാറ് വന്നാണ് ബൈബിൾ ക്ലാസ് എടുക്കുന്നത്. അത് റോമാലേഖനമാണ്, 1-ാം അധ്യായം മുതൽ പഠിപ്പിച്ച് മുമ്പോട്ട് വന്നു. അപ്പോൾ 1-ാം അധ്യായം മുതൽ ഏകദേശം മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി. ഈ വചനപ്രകാരമൊന്നുമല്ല ജീവിതവും സഭയും പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാകുകയും അതുവരെ എതിർത്ത് നിന്ന സ്നാനം രക്ഷയുമായി ബന്ധപ്പെട്ട് വേണമെന്നുള്ള വലിയൊരു ചിന്ത ഉള്ളിലേക്ക് കയറി വരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ഈ എൻ്റെ സ്നേഹിതൻ നമ്പിച്ചാനുമോടൊക്കെ സംസാരിച്ചു. അവര് മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അവര് സ്നാനപ്പെടുന്ന സുവാർത്ത ചർച്ച് എന്ന് പറയുന്ന ചർച്ചിന്റെ നേതൃത്വം വഹിക്കുന്ന പോത്തച്ചൻ പാസ്റ്ററിന്റെ വീട്ടിൽ പോയി പോത്തച്ചൻ പാസ്റ്ററിനെ കണ്ട് എന്നെ കൂടെ സ്നാനപ്പെടുത്തണം എന്ന് കൃതാനന്ദദാസനോട് ആവശ്യപ്പെട്ടു. പാസ്റ്ററിന്റെ ആന്റിയും ഒക്കെ ചേർന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ പാസ്റ്റർ എന്നാൽ സഭ മാറാൻ തീരുമാനമില്ല, മതമായി തന്നെ നിന്നുകൊണ്ട് സ്നാനപ്പെടാനാണ് തീരുമാനം. അപ്പം ഒക്കെ പാസ്റ്റർ പറഞ്ഞ അടുത്ത മാസം നമുക്ക് സ്നാനമുണ്ട്, മാസയോഗത്തോടനുബന്ധിച്ച് സ്നാനമുണ്ട്, ആ കൂട്ടത്തിൽ സ്നാനപ്പെടുത്താമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു പാസ്റ്ററെ പറ്റത്തില്ല, കാരണം ഇതുവരെ എനിക്ക് വേണ്ടാന്നുള്ള തീരുമാനമായിരുന്നു. പക്ഷേ വിശ്വസിക്കുകയും സ്നാനം വെക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നുള്ള ആ വചനപ്രകാരം അതിനിടയ്ക്ക് ഞാൻ മരിച്ചു പോയെങ്കിൽ ഏതായാലും മറിഞ്ഞ സത്യം താമസിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് പറഞ്ഞപ്പം പറഞ്ഞു ഓക്കെ, പിന്നെ അങ്ങനെ അത്രയും ആണെങ്കിൽ ഞാൻ വേഗത്തിൽ സ്നാനപ്പെടുത്താം എന്ന് പറഞ്ഞ് ഏതായാലും പെട്ടെന്ന് തന്നെ സ്നാനം ക്രമീകരിച്ചു. ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ പുറകിൽ നിന്ന പാസ്റ്ററിന്റെ ആന്റി ഒറ്റ പ്രവചനമാണ്, ആദ്യമായിട്ട് ആ പ്രവചനം കേൾക്കുന്നത്. എന്റെ ദാസനെ നീ ഉദ്ദേശിക്കുന്നത് പോലെ. അപ്പൊ ഞാൻ എന്നോട് പൊതുച്ചാൻ പറഞ്ഞു, അവിടെ സ്നാനം കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ചർച്ചൊക്കെ തുടങ്ങും, ഞങ്ങള് അതിനുള്ള ഹെൽപ്പൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ കുറെ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ വരാതെ ഞാൻ ഒരിക്കലും ബന്ധുക്കോസിലോട്ട് വരത്തില്ല എന്നുള്ളത് പറഞ്ഞ സ്നാനത്തിന്റെ കാര്യം തന്നെ സംസാരിച്ചു. പക്ഷെ ആന്റി ഒറ്റ പ്രവചനമാണ് ദൈവാത്മാവിൽ, എന്റെ ദാസനെ നീ ഉദ്ദേശിക്കുന്ന പോലെ, നീ ഉദ്ദേശിക്കുന്നവരാരും നിന്റെ കൂടെ വരികയും പക്ഷെ ഞാൻ ഒരു കൂട്ടത്തെ നിന്റെ കൂടെ ഒരുക്കി തരും എന്ന് എന്നോടൊറ്റ പ്രവചനം. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിലും സാറാവിളെ ചിരിച്ചതുപോലെ ഞാൻ ചിരിച്ചു. കാരണം ഇപ്പം എന്നേക്കാളൊക്കെ സാമ്പത്തിക നിലവാരം ഒക്കെ ഉയർന്ന സാജു ഞങ്ങളുടെ പ്രെയർ ലീഡർ സായിച്ചാൻ വിളിച്ചിട്ടും ഒരെണ്ണവും കൂടെ അങ്ങനെയുള്ളതൊന്നും വരുന്നില്ല. ഇപ്പൊ പിന്നെ ഇനിയിപ്പം ഞാനിവിടെ എൻ്റെ കൂടെ ആരും കൂടാനാ എന്നൊക്കെയുള്ള ചിന്തയാണ്
എന്നെ ഉള്ളിൽ ചിരിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. സ്തോത്രം. ഏതായാലും പിന്നെ പ്രാർത്ഥിച്ച് പോരുന്നു. അങ്ങനെ സ്നാനം കഴിഞ്ഞു മുമ്പോട്ട് പോകാനിടയായി തീർന്നു. പക്ഷെ സ്നാനം കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ അടുത്ത ചിന്ത, ബന്ധുക്കോസുകാർ പറയുന്ന അന്യഭാഷ ഉണ്ടെങ്കിൽ എനിക്കിവിടെ വേണമെന്നുള്ള വല്ലാത്ത ഈ യോഹന്നാൻ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്നവനല്ല എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഉള്ളിലെ വല്ലാത്ത ദാഹം ഉയരാൻ തുടങ്ങി. അപ്പോഴാണ് ഈ തമ്മിചാനും ഒക്കെ പറഞ്ഞു, തിരുവനന്തപുരത്ത് ഒരു 10 ദിവസത്തെ മീറ്റിംഗ് ഉണ്ട്, അവിടെ പോയി സംബന്ധിക്കുന്നവർക്കൊക്കെ അഭിഷേകം കിട്ടും, അതുകൊണ്ട് ഞങ്ങൾ പോകാനിരിക്കുകയെന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ വലിയ ആഗ്രഹം എനിക്കിവിടെ പോകണമെന്ന്. അപ്പം പക്ഷേ എന്ത് ചെയ്യാനാ, ഞാൻ കൂടുന്ന പള്ളിയുടെ സെന്ററുമായി ബന്ധപ്പെട്ട് സെന്ററും ഒരു CSI മർത്തോമ കൺവെൻഷൻ ഡിസംബർ മാസത്തോടുകൂടി നടക്കുന്നുണ്ട്. അപ്പം ആദ്യമായിട്ടായത് സെൻട്രൽ കൺവെൻഷന്റെ സെക്രട്ടറിയാണ് ഞാൻ ആ വർഷം. അപ്പൊ അതുകൊണ്ട് തിരുവനന്തപുരത്തെ ഈ മീറ്റിങ്ങും ഒറ്റ ഡേറ്റില്ല. അപ്പം എനിക്ക് ഒരു തരത്തിലും അതിന് പോകാനുള്ള സാഹചര്യമില്ല. പക്ഷെ ഞാനെങ്കിലും പ്രസിഡന്റ് അച്ഛനോട് ചെന്ന് പറഞ്ഞു നോക്കി, എന്നെ ഒന്ന് മാറ്റി, സെക്രട്ടറി സ്ഥാനത്ത് ഒന്ന് മാറ്റി അടുത്ത ഒരാളെ ഒന്ന് ആക്കാൻ പറ്റുമോ? എന്നെ ഒരു ചാടിച്ചു, ഇനി വണ്ടിയെ കയറി ഞാനിനി ആരെയാ സെക്രട്ടറി ആക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ എൻ്റെ ആഗ്രഹം പിന്നെയും മുരടിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, എനിക്ക് വരാൻ പറ്റത്തില്ല. പക്ഷെ രാത്രി കിടന്നാൽ ഉറക്കമില്ല. തിരുവനന്തപുരത്തിന് പോകണം, ഈ പ്രാർത്ഥനയ്ക്ക് പോകണം എന്നുള്ള വലിയ ആഗ്രഹം ഉള്ളിൽ ഉയർന്നു. അങ്ങനെ ഏതായാലും കുവൈറ്റിൽ നിന്ന് വന്ന ഒരച്ചായൻ പള്ളിയിലുണ്ടായിരുന്നു. അച്ചാനെ ചില ആത്മീയ കാഴ്ചപ്പാടൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഞാൻ അച്ചാനെടുത്ത് ചെന്ന് പറഞ്ഞ എന്നെ ഒന്ന് സഹായിക്കണം, ഈ പ്രാവശ്യത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടന്നത് എനിക്ക് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചുമതല അച്ഛനോട് പോലും ചോദിക്കാതെ അച്ചാനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇവരുടെ കൂടെ തിരുവനന്തപുരത്തിന് പോയി. തിരുവനന്തപുരം കഴിഞ്ഞ് ലവ് ആർമി ക്രൂസർ എന്ന് പറയുന്ന അവിടെ നടക്കുന്ന ബാച്ചിൽ 26ാമത്തെ ബാച്ചിലായിരുന്നു എന്ന് തോന്നുന്നു. ഞാനും ചേർന്ന് കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ ചെല്ലുന്ന പരിശുദ്ധാത്മ വിഷയം ലഭിക്കാത്ത എല്ലാവരുടെയും പേരെഴുതി അവര് ഹോളിന് വെളിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കും. ടീം അംഗങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അകത്ത് മീറ്റിംഗ് പകലും വൈകിട്ടും നടക്കുന്നു. ഓരോ ദിവസവും വൈകിട്ട് ചോദിക്കും ആരൊക്കെ അഭിഷേകം പ്രാപിച്ചു. അഭിഷേകം പ്രാപിച്ചവരുടെ പേരവര് വിട്ടു. അങ്ങനെ 7-8 ദിവസമായിട്ടും ഞങ്ങൾക്ക് യാതൊരു തിരക്കുമില്ല. ഞങ്ങള് 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും, എല്ലാം കിട്ടിയോ എന്നൊക്കെ. പക്ഷേ ഒന്നും ആർക്കും കിട്ടുന്നില്ല. സ്തോത്രം. പക്ഷെ 9ാമത്തെ ദിവസം ഒരു ദേവദാസൻ ശിംശോനുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ വചനം ജോയി എന്ന് പറയുന്ന ദേവദാസൻ വചനം ശുശ്രൂഷിക്കുമ്പോൾ ആരോ ഇങ്ങനെ പറഞ്ഞു, ശിംശോന് ദൈവം ഒരിക്കൽ അഭിഷേകം കൊടുത്തു, എന്നാൽ ശിംശോന് അത് നഷ്ടപ്പെടുത്തി. എന്നാൽ പിന്നെയും ശിംശോൻ ദൈവത്തോട് അപേക്ഷിച്ചു, ദൈവം കൊടുത്തു എന്നുള്ള ഭാഗം വചനം ശുശ്രൂഷിക്കുമ്പോൾ ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയും, ഞാൻ നിനക്ക് ഒരിക്കൽ അഭിഷേകം തന്നതായിരുന്നു എന്ന് പറയുകയാണ്. ഞാൻ അന്തം വിട്ടുപോയി. കാരണം 10 ദിവസമായി ഇവിടെ വന്ന് കിടക്കുകയും അഭിഷേകത്തിന് വേണ്ടി. പക്ഷേ ഒരിക്കൽ തന്നതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ചോദിച്ചു, കർത്താവേ, എപ്പോഴായിരുന്നു എനിക്ക് തന്നത്, എന്തായാലും ഞാൻ ഓർക്കുന്നു. ഞങ്ങളുടെ ഈ മർത്തോമ പ്രയറിൽ ഞാൻ പറഞ്ഞതിന്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ച ഫോളോവേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ പ്രാർത്ഥനയിൽ 3-4 സെക്ഷനുകൾ പ്രയർ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്തെല്ലാം കൂടുതലും ആരാധനാ സമയമായിരുന്നു. അപ്പൊ അങ്ങനെ ശക്തമായി ഞാനും ആരാധിക്കുമായിരുന്നു. എനിക്ക് നേരത്തെ മുതലേ ആരാധനയോടുള്ള എന്തോ ദൈവം ഒരു കൃപ തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ പോകുമ്പോൾ പാട്ട് പാടി അവിടെ ഇരുന്ന് ഞാൻ കുറെ നേരം ഹല്ലേലൂയ പറയും. പക്ഷെ ഞാൻ പിന്നെ നോക്കുമ്പോൾ പാട്ടൊക്കെ നിർത്തി ചുറ്റുപാട് ഇരിക്കുന്നവർ എന്നെ നോക്കി ചിരിക്കുന്നത് കാണാമായിരുന്നു. കാരണം ബാപ്റ്റിസ്റ്റുകാരെ ഒരിക്കലും അത്തരത്തിലുള്ള ആത്മീക ശുശ്രൂഷ അവർക്ക് ഇല്ലാത്തത് കൊണ്ട്
അപ്പൊ ഞാൻ പെന്തിക്കോസ്ത് വരുന്ന മുമ്പ് തന്നെ ആരാധനയോടെ ദൈവം പിന്നെ സ്തോത്രം ഒക്കെ ചെയ്ത് അങ്ങനെ ഇവിടെയും ഈ ടീമിലും ശക്തമായി ആരാധിക്കുമായിരുന്നു. അപ്പം എന്തോ വാക്കുകൾ എന്റെ വായിൽ വന്നു. ഞാൻ സ്കൂട്ടറെ പോകുമ്പോഴൊക്കെ പറയും, അല്ലെങ്കിൽ അതിന്റെ ശരീരം കുളിര് കൂരിയിടും അത് പറയുമ്പോൾ തന്നെ. അപ്പൊ അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് അന്ന് ദൈവം അന്യഭാഷയെ തന്നതായിരുന്നു ഞാനന്ന് പറഞ്ഞിരുന്നതെന്ന് പെട്ടെന്ന് അന്നേരമാണ് ഓർത്തത്. അപ്പം പിന്നെ പെട്ടെന്ന് പറയാൻ നോക്കിയപ്പോ അതില്ല. അപ്പം നഷ്ടപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കി. ദൈവമേ, ഇത് എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ തൃശ്ശൂരിനപ്പുറത്ത് പീച്ചിയിൽ ഒരു 3 ദിവസത്തെ ക്യാമ്പിന് ഞങ്ങളെ ബൈബിള് പഠിപ്പിച്ച സാറ് അവരുടെ ഒരു ബ്രദറുകാരുടെ ഒരു 3 ദിവസത്തെ ക്യാമ്പിന് കൊണ്ടുപോയത് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നു. അവിടെ ഇരുന്ന് ക്യാമ്പിന്റെ മെസ്സേജും ആരാധനയൊക്കെ ഇല്ലാത്ത സമയത്ത് സാറിനെ വെളിയിൽ ഇരുത്തി പ്രത്യേക സംസാരിച്ചു. കാരണം സാറിന് എന്നെ ബ്രദറിലെ ഒരു സുവിശേഷകനാക്കിയാൽ എന്റെ വചനത്തോടുള്ള താല്പര്യം, അതുകൊണ്ടാണല്ലോ ഞാൻ അന്ന് പീച്ചിയിലൊക്കെ പുള്ളി ഈ വിഷയം പറഞ്ഞപ്പോൾ പോകാനിടയായത്. അപ്പം എന്നെ ആ ഒരു ഉദ്ദേശത്തോടു കൂടി പുള്ളി, പ്രത്യേകിച്ച് എന്റെ മാതാപിതാക്കൾ പെന്തിക്കോസ്തിലായതുകൊണ്ട് ഒരു കാരണവശാലും അതിനകത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പെന്തിക്കോസ്തുകാര് പറയുന്ന അന്യഭാഷ അതൊക്കെ നിന്നുപോയതാണ്, അത് തെറ്റാണ് എന്നുള്ള ഭാഗം പഠിപ്പിക്കുന്ന ഭാഗം പെട്ടെന്ന് ദൈവാത്മാവിന്റെ ഉള്ളിൽ ബോധ്യം തന്നു. അപ്പൊ എനിക്ക് പിടികിട്ടി ഇത് അവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായി. ഞാൻ അടുത്ത ആരാധനയിൽ മുഖമേ നിന്ന് കൈമലർത്തി ദൈവമേ അറിയാതെ നഷ്ടപ്പെടുത്തിയതായതുകൊണ്ട് എനിക്ക് മടക്കി തരണമേ എന്ന് പറഞ്ഞ് കരഞ്ഞ ദൈവത്തെ ആരാധിക്കുകയും കരയുകയും ചെയ്ത് കൈ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും കരയും എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല അന്നത്തെ വിഷമം. അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ അഭിഷേകം എന്റെ മേൽ ദൈവം പകരാനിടയായിത്തീരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന പോലെ ഞാൻ മഹിമ കണ്ട സാക്ഷിയാണ്. ഹല്ലേലൂയ. അങ്ങനെ അന്ന് ആ അഭിഷേകം എന്റെ മേൽ ദൈവം പകർന്നു. ഹല്ലേലൂയ. ഒടുവിലത്തെ ദിവസം സ്തോത്രം കുറെ പേരിങ്ങനെ ലൈൻ നിൽക്കുന്ന കണ്ടൊരു മുറിയിലോട്ട്. ഞാൻ ചോദിച്ചത് എന്തായി ലൈന് എന്ന് തിരക്കിയപ്പോൾ പറഞ്ഞു വന്നവരെ കുറിച്ചുള്ള ദൈവവിളി. അകത്ത് അവിടുത്തെ വിൽസൺ ബ്രദർ ഇന്ന് അദ്ദേഹം വിശ്രമിക്കുക. വിൽസൺ ബ്രദർ 40 ദിവസത്തെ ഉപവാസത്തോടായിരിക്കും. 40-ാം ദിവസമാണ് ഈ വന്നവരെ കുറിച്ചുള്ള ദൈവിക തെരഞ്ഞെടുപ്പ്. കാരണം ലേഖനം നമ്മുടെ 4:11 വരുന്ന ലേഖനം 12:28 ഒക്കെ പറയുന്നു സഭയിൽ 1-ാമത് അപ്പോസ്തലൻ, 2-ാമത് പ്രവാചകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, സുവിശേഷകൻ എന്നീ 5 ശുശ്രൂഷകളാണെന്നുള്ളത് പറയുന്നു. അപ്പൊ ഇതിൽ ഏതാണ് വന്നവരുടെ ശുശ്രൂഷ ഏതാണെന്നുള്ളത് ആത്മാവിൽ പ്രവചിക്കുകയാണെന്ന് പറഞ്ഞു. ഞാനും കയറി ലൈനിൽ നിന്നു, എന്റെ ഊഴമായി. അപ്പം അദ്ദേഹം തലയെ കൈവച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു എഴുതിയിട്ടോളാൻ പറഞ്ഞു. പിന്നെ വിളികള് പലതുണ്ടെങ്കിലും നിന്റെ മേലൊരു അപ്പോസ്തലന്റെ വിളിയാ ഞാൻ തന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള ദൂത് എഴുതി. എപ്പോഴും മർദ്ദമായി നിൽക്കുക. ഏതായാലും കേട്ടതൊക്കെ എഴുതിയിട്ടു. സ്തോത്രം. സന്തോഷത്തോടെ തിരിച്ചു വന്നു. പിന്നെയും 2001 ഡിസംബറിലാണ് ഈ പറഞ്ഞ വിഷയം. ജനുവരി മുമ്പോട്ട് പോയി. ഫെബ്രുവരി ആരംഭത്തിൽ ആരോ പറഞ്ഞു യേശുവിൻ സ്നേഹമെന്ന് പറയുന്ന ലവ് ആർമി ക്രൂസൈഡിന്റെ മാസികയ്ക്കകത്ത് എന്റെ ഫോട്ടോ വന്നതായിരുന്നു. അപ്പം ആരോ പറഞ്ഞ് അച്ഛൻ അറിഞ്ഞു ഞാൻ സ്നാനപ്പെട്ടത്. അപ്പം അച്ഛന് എന്നെ വിളിപ്പിച്ചു. എന്നെ തന്നെ 3 പേരെ വിളിപ്പിച്ചു. എന്നെ വിളിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു നെബു സ്നാനപ്പെട്ടെന്ന് പറയുന്നത് കേട്ട് നേരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നേരാച്ചാന്ന് പറഞ്ഞു. അത് ബൈബിളിനും സഭയ്ക്കും എതിരായതുകൊണ്ട് തെറ്റായി പോയി എന്ന് എഴുതി തരാമെങ്കിൽ നിർത്താം, ഇല്ലെങ്കിൽ ഞാൻ നടപടി എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാന് പറഞ്ഞു അറിയാതെ ചെയ്തതല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തതാ. അപ്പൊ പിന്നെ അച്ഛന് നടപടി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ 2002 ജനുവരി മാസത്തിൽ പിന്നെ ഞാന് മർത്തോമ സഭയിൽ നിന്ന് മാറാനിടയായി തീർന്നു. അന്ന് ഞങ്ങളുടെ അമ്മയൊക്കെ പോയിക്കൊണ്ടിരുന്ന ചെറിയൊരു കൂട്ടായ്മ ജംഗ്ഷനിലുണ്ടായിരുന്നു. അത് ആ ആഴ്ച കൊണ്ട് അത് നിന്നു.
പാസ്റ്റർ മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അപ്പൊ രണ്ട് കുടുംബം എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാതെ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ദൈവം ഒരുക്കിയതാണ്. അപ്പം അടുത്ത ആഴ്ച മുതൽ ഞങ്ങളുടെ വീട്ടിൽ സഭ ആരംഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നെബു പാസ്റ്ററായി എന്ന് ആദ്യമായിട്ട്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ വീട്ടില് 2002 ഫെബ്രുവരി ആരംഭ ആഴ്ചയിൽ സഭ തുടങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. സുവാർത്ത ചർച്ചിന്റെ പിൻബലത്തിലാണ് അവിടെ ചർച്ച ആരംഭിച്ചത്. അങ്ങനെ ചർച്ച മുമ്പോട്ട് പിന്നെ ചില ഫാമിലികളോടൊക്കെ വരാനിടയായി. വരുന്നവരോടൊക്കെ പെന്തിക്കോസുകാരും അപ്പോൾ തന്നെ മർത്തോമാക്കാരും തടഞ്ഞു നിർത്തി, എന്നെ അറിയാവുന്നവരൊക്കെ തടഞ്ഞു നിർത്തി പറയുന്നുണ്ട്. കാരണം അങ്ങോട്ട് പോകുന്നു സൂക്ഷിച്ച് വേണം. കാരണം ഞാൻ ചെയ്ത ഒരു കാര്യവും ഇതുവരെ 1 വർഷം പൂർത്തീകരിച്ചിട്ടില്ല. അത് സത്യമാണ്. കാരണം ഞാൻ ചെയ്തതെല്ലാം പരാജയമേ ആയിട്ടുള്ളൂ. ഒന്നാമത് ബൈബിൾ കോളേജിൽ പഠനമില്ല, പിന്നെ ഒരു കെട്ടറപ്പുള്ളിയുടെ സഭയുടെ പിന്താങ്ങലില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തിനാ അവിടെ പോകുന്നതെന്നൊക്കെ വരുന്നവരോടൊക്കെ ആൾക്കാർ ചോദിച്ച് നിരുത്സാഹപ്പെടുത്താറുണ്ടായിരുന്നു. കാരണം അവരുടെയും കുഴപ്പമല്ല, കാരണം അതൊരു കാര്യമാണ്. സ്തോത്രം. ഏതായാലും പിന്നെ ചർച്ച മുമ്പോട്ട് പോയി. അപ്പോൾ തന്നെ ഞാനൊരു അസുഖത്തിന് അടിമയായിരുന്നു. അലർജിയുടെ അസുഖം എനിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അലർജിയുടെ ഈ ചർച്ച ആരംഭിച്ച മാസം വൈഫ് 2ാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ ആ സമയത്താണ് പിന്നെ പരിശോധനയിൽ പുള്ളിക്കാരത്തേക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെന്നുള്ളത് അറിയാനിടയായി. അപ്പം കോട്ടയം കാരിത്താസിലെ ഹാർട്ടിന്റെ ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞിനെ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് പിന്നെ ഞങ്ങള് വലിയ പ്രയാസത്തിലായി. ഡോക്ടേഴ്സ് പറഞ്ഞേക്കുന്നത് എന്നോട് ഉപസിക്കരുതെന്ന, വിശക്കരുതെന്ന നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു സാക്ഷി. പക്ഷേ ആരംഭ മാസം ഈ ഒരു വിഷയം കയറി വന്നപ്പോൾ 3 ദിവസം ഉപസിക്കാതിരിക്കുകയാണ്. 3 ദിവസം ആദ്യമായിട്ട് ഉപസിച്ചു. സ്തോത്രം. കാര്യം അമ്മയല്ലേ കുഞ്ഞെ നഷ്ടപ്പെടരുത്. ചർച്ചിന്റെ ആരംഭ ആഴ്ച ഇങ്ങനെ ആദ്യമായിട്ട് 3 ദിവസം ഉപവാസം തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. അത് കഴിഞ്ഞൊരു 7 ദിവസം ബാംഗ്ലൂരിൽ ഒരു ചർച്ചിൽ പോയി ഉപസിക്കാനിടയായി. പക്ഷേ ഈ അലർജിയുടെ അസുഖം ഭാരമായി തീർന്നു. ചിലപ്പോൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു ചെറിയൊരു സൈഡ് ഇത്രയും കാണും, മറ്റേ സൈഡിന് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഒരു കണ്ണ് പൂർണ്ണമായി അടഞ്ഞിരിക്കും. പിന്നെ കൈ അടിക്കാൻ പറ്റത്തില്ല. ദേഹം മുഴുവൻ സന്ധ്യയാവുമ്പം ചൊറിഞ്ഞു തടിക്കുക. എല്ലാ ചികിത്സയും ഇംഗ്ലീഷ് മരുന്നും ആയുർവേദവും എല്ലാം ചെയ്തു, ലാട ചികിത്സ ചെയ്തു, എല്ലാം ചെയ്തിട്ടും യാതൊരു കുറവുമില്ല. അപ്പൊ ഒരു ദിവസം ഞങ്ങളുടെ പോകാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഈ ചർച്ച ആൾക്കാരുടെ വീടുകളിലൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. ഞാൻ പ്രാർത്ഥിക്കാൻ മുറിയിൽ കയറി കഥകളച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവാത്മാവ് എന്നോട് 40 ദിവസം ഉപസിക്കാൻ ആവശ്യപ്പെട്ടു. സിറ്റുവേഷന് അത്രയും മോശമായതുകൊണ്ട് ദൈവസന്നിധി ഞാൻ തീരുമാനമെടുത്തു. താഴെ ഇറങ്ങി വന്ന അമ്മയോടും ഭാര്യയോടും പറഞ്ഞു, ഞാൻ നാളെ മുതൽ ഉപവാസമാണെന്ന് പറഞ്ഞു. വിചാരിച്ചു 3 ദിവസത്തെ അടുത്ത് പരിചയമുണ്ടല്ലോ, 3 എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 3 അല്ല 40 ദിവസമാണെന്ന് പറഞ്ഞു. ഇവര് വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും മേളിൽ കയറി പോകുന്നവരെ കുഴപ്പമില്ലായിരുന്നു. അപ്പം എന്തെങ്കിലും മാനസിക നിലവാരം തെറ്റിയതായിരിക്കും. ഇല്ല എന്ന് പറഞ്ഞ് ഏതായാലും പിറ്റേ ദിവസം മുതൽ 40 ദിവസത്തെ ഉപവാസം ആരംഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം. ഒരാഴ്ച കഴിഞ്ഞപ്പം ഒരു ദൈവദാസൻ കിടന്നു വന്ന് എന്നോട് ആത്മാവിൽ പ്രവചിച്ചു. എന്റെ ദാസനെ അതുവരെ എനിക്കൊരു ഉൾഭയമായിരുന്നു. ഈ തുടക്കത്തിൽ മനോരമയ്ക്കകത്ത് വന്ന് ഒരാളുടെ 40 ദിവസം വിശന്നിരുന്ന് മരിച്ചു എന്നൊക്കെയുള്ള കേട്ടപ്പോൾ വിശാലനോട് പറഞ്ഞു, നിന്റെ കാര്യം പോക്കാം എന്നൊക്കെ പറഞ്ഞു. സ്തോത്രം. ഒരു ദൈവദാസൻ ഞങ്ങളുടെ അടുത്തുള്ള തമ്പിപ്പാർസ് വന്ന് എന്നോട് ഒരു ആലോചന പറഞ്ഞു. എന്റെ ദാസനെ, നിന്റെ ഇഷ്ടപ്രകാരം തുടങ്ങിയതല്ല, ഇതെന്റെ ആലോചന പ്രകാരമാണ് ഇത് നീ തുടങ്ങിയിരിക്കുന്നത് എന്നുള്ള ആലോചന കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ബലമായി. അങ്ങനെ സ്തോത്രം 38-39 ദിവസമൊക്കെ ആയി.
അതുവരെ 39ാമത്തെ ദിവസം വരെ എൻ്റെ ശരീരത്തിൽ ആ അലർജി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതോടുകൂടി എൻ്റെ അലർജി പൂർണ്ണമായി ദൈവം മാറ്റുവാനിടയായി തീർന്നു. അപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് വെച്ച് വിൽസൺ ബ്രദർ ആലോചന പറഞ്ഞ കൂട്ടത്തിൽ എനിക്കൊരു അധികാരം ദൈവം തരുന്ന വിഷയത്തെ കുറിച്ച് അന്ന് ആലോചന തന്നതായിരുന്നു. ഒരു പ്രവാചകൻ ഞങ്ങളുടെ ചർച്ച വന്നപ്പോൾ എന്നോട് ഒരു പെങ്കൊച്ചിനെ ചൂണ്ടി കാണിച്ചിട്ട് പറഞ്ഞു, അവിടെ മേലൊരു ഭൂത ഉപദ്രവമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കേട്ട ആലോചന പ്രകാരമൊക്കെ കണ്ടിട്ടുള്ള ശുശ്രൂഷയുടെ ഒക്കെ ബന്ധത്തിൽ ഞാൻ അവിടെ തലേ കൈവെക്കുകയൊക്കെ ചെയ്യും. പക്ഷെ യാതൊരു അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ഞായറാഴ്ച കഴിഞ്ഞു ആ വെള്ളിയാഴ്ച ഒരു ദൈവദാസി ആരാധന മധ്യേ എന്നോട് ആലോചന പറഞ്ഞു, എന്റെ ദാസനെ ഞാൻ നിന്നോട് പറഞ്ഞ അധികാരം നിന്റെ മേൽ പകർന്നു കഴിഞ്ഞു, ഇനിയും പ്രാർത്ഥിച്ചു തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞുടനെ ആ പെങ്കൊച്ചിനെ തന്നെ പിടിച്ചിരുത്തി നിലയെ കൈവച്ചപ്പോഴേക്കും അവളുടെ മേലുള്ള ആത്മാവ് വെളി വരാനും അതിനെ പുറത്താക്കി വളരെ കാലമായി അവളിലുള്ള രോഗം അവളിൽ നിന്ന് മാറുവാനും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ തുടങ്ങി. അതുകൊണ്ട് അവള് ബോംബെയിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി ആയിരുന്നുകൊണ്ട് സ്തോത്രം ആ വിവരം അവളുടെ ഭവനത്തിലും അവര് പോകുന്ന കൂട്ടായ്മയിലും ഒക്കെ അറിഞ്ഞ് ആ ബോംബെയില് ഡോംബൂലി എന്ന് പറയുന്ന സ്ഥലത്തും അവിടെയുള്ള ദൈവസഭയിലും ഒക്കെ അടുപ്പിച്ച് ആ നാളുകളിൽ കടന്നു വന്ന് സ്തോത്രം അനേക ചർച്ചകളിൽ ശുശ്രൂഷിക്കുവാനും അങ്ങനെ ആ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അനേക രാജ്യങ്ങളിലും ഒക്കെ കടന്നുപോയി കർത്താവിന്റെ വയൽപ്രദേശത്ത് ദൈവാത്മാവിനോട് അറിയിച്ചതനുസരിച്ച് സ്തോത്രം അനേകരെ സ്നാനപ്പെടുത്തുവാൻ ഞാൻ നിന്നെ അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഞാൻ നിന്നെ ഉപയോഗിക്കും എന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞതായ ആലോചന. അപ്പോൾ തന്നെ ആലയം നിറയെ ആൾക്കാര് സ്തോത്രം വന്ന് ദൈവത്തെ ആരാധിക്കുന്നതും എന്നോട് ചേർന്ന് കർത്താവിന്റെ വേലയിൽ സ്തോത്രം പങ്കാളികളായി തീരുന്നതും ഒക്കെ കണ്ടപ്പോൾ ആദ്യമായിട്ട് എന്നോട് ദൈവാത്മാവ് പറഞ്ഞ് ഞാൻ ചിരിച്ചതായ സ്തോത്രം ഭാഗമൊക്കെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. കാരണം വാക്കു പറഞ്ഞാൽ മാറാത്ത ഒരു ദൈവത്തെയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്നെ കേൾക്കുന്ന ആരായാലും എനിക്ക് പറയാനുള്ളത് സ്തോത്രം ഒന്ന് ഞാൻ കടന്നു വന്ന അല്ലെങ്കിൽ നമ്മൾ കടന്നു വന്ന ഞാൻ പറഞ്ഞല്ലോ മർത്തോമാ സഭയിൽ ദീർഘകാലം ഞാൻ നിന്ന അവിടുത്തെ ശുശ്രൂഷകനായി അവിടുത്തെ തിരുമേനിയോടുള്ള ബന്ധത്തിൽ ബോംബെയിൽ അവിടുത്തെ അരമനയിലൊക്കെ വന്ന് ഏറെ നാള് താമസിക്കാനും ഒക്കെ ആ വിഷയത്തെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാനും ഒക്കെ അവസരം ലഭ്യമായിട്ടുണ്ട്. സ്തോത്രം. പക്ഷേ എല്ലാം പഠിച്ച് ദൈവം മനസ്സിലാക്കി തന്ന സ്ഥിതിക്ക് അളവിൽ പറയാനുള്ളത് യഥാർത്ഥ സത്യ ഉപദേശം എന്ന് പറയുന്നത് ഉപദേശമാണ്. അപ്പോൾ തന്നെ നമ്മൾ സേവിക്കുന്ന ദൈവം സത്യ ദൈവമാണ്. സ്തോത്രം. നമ്മള് ഇറങ്ങി തിരിച്ചിരിക്കുന്ന മാർഗമാണ് കറക്റ്റ് മാർഗം എന്ന് പറഞ്ഞാൽ സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബ്രദറൻ സ്തോത്രം പ്രാർത്ഥനയിലും ഒക്കെ പോയി സംബന്ധിക്കാനിടയായി. അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷയാണ്. പക്ഷെങ്കിൽ സ്തോത്രം എല്ലായിടത്തും മർദ്ദമായാലും ഞാൻ കണ്ടിടത്തോളം ഈ ചർച്ചകളിലെല്ലാം തിയറി ഉണ്ട്, തിയറി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ തിയറിയുടെ കൂടെ നമുക്കറിയാം ഒരു കുഞ്ഞ് നേഴ്സാകണമെങ്കിൽ ഡോക്ടർ ആകണമെങ്കിൽ എല്ലാ പഠിത്തത്തിന്റെ കൂടെയും തിയറി പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പ്രാക്ടിക്കലും ഉണ്ട്. കാരണം പ്രാക്ടിക്കൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പെന്തിക്കോസ്ത് ഉപദേശത്തിലാണ്. അതിനകത്ത് ഒത്തിരി അപാകതകൾ ഇല്ലെന്നല്ല
ഉണ്ട്. പക്ഷേ തീർച്ചയായിട്ടും എന്നെ എന്റെ കൂട്ടുകാരൊക്കെ ചിലപ്പോൾ വിളിക്കാറുണ്ട്, തിരിച്ച് മടങ്ങി മർദ്ദോമയിലേക്ക് വരുന്നോ? ഞാൻ പറഞ്ഞു അല്ല, എന്നെ തിരുമേനിയാക്കാന്ന് പറഞ്ഞാലും ഞാൻ തിരിച്ചു വരത്തില്ല. കാരണം പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്. അപ്പോൾ തന്നെ സത്യ വചനം ഇതാണ് എന്നുള്ളതിനെ കുറിച്ച് ജീവിതത്തിൽ തിയറി പഠിക്കുന്നതോടൊപ്പം തന്നെ, വചനം പഠിക്കുന്നതോടൊപ്പം തന്നെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇന്നും കർത്താവ് ചെയ്ത ആദ്യ നൂറ്റാണ്ടിൽ ചെയ്തതുപോലെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും ദൈവാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞത്, ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് 40 ദിവസവും ഉപവസിക്കാൻ ദൈവം എന്നോട് ആവശ്യപ്പെട്ടത് എന്റെ അലർജി മാറാനായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ദുബായിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ അവിടുത്തെ ഒരു സഹോദരന്റെ വീട്ടിൽ, തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അദ്ദേഹത്തിന്റെ സഹോദരി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, അലർജിയുടെ അസുഖത്താൽ എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യ, വല്ലാത്ത പ്രയാസമാണെന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു നമുക്ക് ഇരിക്കാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇരുന്ന് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോയിരുന്നു. പക്ഷെ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സഹോദരൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ മറന്നുപോയി, സഹോദരി വിളിച്ചപ്പോൾ പറഞ്ഞാൽ അത് പിന്നെ അലർജിയുടെ അസുഖം എനിക്കുണ്ടായിട്ടില്ല എന്ന് പാസ്റ്ററോട് പറയണം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ദൈവമേ, ഞാൻ കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളല്ലോ, അപ്പം ആ സഹോദരിക്ക് വിടുതൽ കിട്ടിയല്ലോ, പക്ഷെ എന്നെ 40 ദിവസം ഇരുത്തിയല്ലോ, അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ദൈവം ഉള്ളിൽ ചെന്ന് തന്നത്, അലർജി മാറാനല്ല 40 ദിവസം ഇരുത്തിയത്, പിന്നെ ഒരു അപ്പോസ്തോലിക അധികാരം പകരാനാണ് ഞാൻ പിന്നെ 40 ദിവസം ദൈവസന്നിധിയിൽ ഇരുത്തിയത്. 2:22 പറയുന്നു, അവനിൽ നിങ്ങളെ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു കടന്നു വരുന്നു. ഒരു വലിയ അഭിഷേകം ഒരാളുടെ ഉള്ളിൽ ഇറങ്ങണമെങ്കിൽ ആ ആള് ദൈവസന്നിധിയിൽ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയിൽ ഒരു ഉയർന്ന ഉന്നത നിലവാരമുള്ള ഉയർന്ന ഭവനം പണിയുന്നു എന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. അതിനനുസരിച്ച് ഒരു അഭിഷേകം ഘോഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ ഉള്ളിലാണ് ഇറങ്ങുന്നത്. അങ്ങനെ അവരിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നു. അപ്പോൾ നാം ഭാരപ്പെടുന്ന വിഷയങ്ങൾ ഏതായാലും നിശ്ചയമായും ഉപവാസവും പ്രാർത്ഥനയും ഉപവാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് വിളിയനുസരിച്ച അപ്പോസ്തലിക ശുശ്രൂഷയ്ക്ക് അനുസരിച്ചായിരിക്കും ദൈവം നമ്മളോട് ഇരിക്കാൻ ആവശ്യപ്പെടുന്നത്. പ്രവാചകന്റെ ശുശ്രൂഷയ്ക്ക് അനുസരിച്ചായിരിക്കും ദൈവം നമ്മളോട് ഉപവാസം ഇരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യ നൂറ്റാണ്ടിൽ നടന്ന പ്രവൃത്തികൾ ഇന്നും ദൈവാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമുക്ക് അതിന് ദൈവം പറയുന്നത് അനുസരിച്ചിരിക്കാനുള്ള ഒരുക്കമുള്ള സമർപ്പണമുള്ള ആൾക്കാരെ ദൈവത്തിന് കിട്ടിയാൽ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് ദൈവം ഇന്നും തീർച്ചയായിട്ടും ദൈവം പ്രവർത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചല്ലോ, ദൈവമില്ലായിരുന്ന സ്ഥാനത്ത് എൻ്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം അനുസരിച്ച് ഞാൻ എൻ്റെ ജംഗ്ഷനിലെ ഒരു ഡ്രൈവറായി ആയിരുന്നു. എൻ്റെ ഭാര്യ, ഞങ്ങള് സാധാ കുടുംബക്കാരായിരുന്നു. പക്ഷെ ദൈവത്തോടുള്ള അവരുടെ കുടുംബത്തിൽ നിന്നും പുള്ളിക്കാരത്തെയാണ് കർത്താവിനെ ആരാധിപ്പാൻ, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ ആ ജംഗ്ഷനിൽ എൻ്റെ പേര് ദൈവം മാറ്റാനിടയായിട്ടുണ്ട്. എൻ്റെ കൂടെ വാഹനം ഓടിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പോഴും കൂടെ പഠിച്ചവരൊക്കെ ഞങ്ങളുടെ ജംഗ്ഷനിലെ ദേശത്ത് തന്നെയുണ്ട്. ഇവര് എന്നെ കാണുമ്പോൾ, എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കണ്ണ് നിറയാറുണ്ട്. കാരണം നമുക്കതിനൊന്നും യാതൊരു യോഗ്യതയുള്ള ആളല്ല. പക്ഷെ ദൈവം എന്നെ, ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല, പക്ഷെ ദൈവം എന്നെ ഞങ്ങള് കൂടിക്കൊണ്ടിരുന്ന മർത്തോമപ്പള്ളിയുടെ നേരെ അടിവശത്ത് തന്നെ. കാരണം മർത്തോമപ്പള്ളിയിൽ ഒരിക്കൽ ഞാൻ പാഠം വായിച്ചു. പക്ഷെ കുറെ ദിവസം കഴിഞ്ഞിട്ടും വായിച്ച ഒരു ഭാഗം എൻ്റെ ഉള്ളിൽ നിന്ന് മാറുന്നില്ല. അതിങ്ങനെയായിട്ട്, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന്റെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്നുള്ള ശബ്ദം കേട്ട് വാൾ വരുന്നു എന്നുള്ള വിഷയം ദേശത്തോട് വിളിച്ചറിയിക്കണം. വാൾ വരുന്ന കണ്ടിട്ട് ഞാൻ ആക്കിയ ആ കാവൽക്കാരൻ വിളിച്ചറിയിക്കാതെ ഇരുന്നാൽ
വാൾ വന്നവരെ ഛേദിച്ചു കളഞ്ഞാൽ അവരുടെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. നീ അറിയിച്ചിട്ട് അവരൊരുങ്ങാതെ ഇരുന്നിട്ട് വാൾ വന്നവരെ ഛേദിച്ചു കളഞ്ഞാൽ അവരുടെ രക്തം നിന്റെ മേലിരിക്കും. ഈ ഭാഗം ഞാൻ പിന്നീട് അഥവാ സഭയുടെ കലണ്ടർ തപ്പിയെടുത്ത് ഭാഗമൊക്കെ കണ്ടുപിടിച്ചു. അപ്പം അതിന്റെ ആ പള്ളിയുടെ നേരെ അടിവശത്ത് ആ പള്ളിയിലോട്ട് കയറി പോകുന്നതിന്റെ വാതിക്കൽ തന്നെ ആ ദൈവം ഞങ്ങൾക്ക് 80 സെന്റ് സ്ഥലം തന്ന് അവിടെ അതിലെ ആ ഹോള് വെക്കാനും അവിടെ താമസിക്കാനും ഒക്കെ അതിലെ ദൈവം ഞങ്ങൾക്ക് അവസരം തരാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങൾ താമസിക്കുന്ന വീടിനോട് ഒറ്റ വസ്തുവിന് അപ്പുറത്തുള്ള ഗവൺമെന്റ് സ്കൂളിൽ ഞാൻ പറഞ്ഞല്ലോ, തിരുമേനിയുടെ കൂടെ ഞാൻ ചില നാളുകൾ അദ്ദേഹത്തിന്റെ സഹായത്തിനായി ബോംബെയിൽ വന്ന് വാശിയിൽ താമസിക്കാൻ ഇടയായി തീർന്നു തന്നെ. ഞങ്ങളുടെ അച്ഛന്, അന്നത്തെ വികാരിയായ അച്ഛൻ എന്നോട് പറഞ്ഞു, ഭാര്യ GTC കഴിഞ്ഞതല്ലേ, തിരുമേനിയുമായിട്ടുള്ള ബന്ധം തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചൊന്നും പൈസ കൊടുത്തൊന്നും ഒരു ജോലിക്ക് കയറാൻ പറ്റത്തില്ല. അപ്പം തീർച്ചയായിട്ടും ആ ഒരു ബന്ധം ഭാര്യയ്ക്കും പ്രയോജനം ചെയ്യും എന്ന് പറഞ്ഞാണ് ഞാൻ അരമനയില് വരുന്നതൊക്കെ. പക്ഷെ അരമനവാസം എനിക്ക് പ്രാർത്ഥന ഇല്ലാതെ ഒട്ടും പറ്റത്തില്ല. അരമനയില താമസിക്കുന്നെങ്കിലും വേണ്ടുന്ന ഒരു കൂട്ടായ്മയൊന്നും എനിക്ക് ലഭ്യമാകാത്തത് കൊണ്ട് ഞാൻ ദൈവവിളിയാണ് കിടക്കുന്നത്. അങ്ങനെയാണ് ഇട്ടിട്ട് പോരുന്നത്. പക്ഷെ അതൊക്കെ ഉപേക്ഷിച്ച് പോരുന്നെങ്കിലും ദൈവം ഞങ്ങളോട് ചേർന്നുള്ള ഗവൺമെന്റ് സ്കൂളിൽ പുള്ളിക്കാരത്തിൽ ഇന്ന് ഒരു അധ്യാപികയായി വർക്ക് ചെയ്യാൻ തക്കവണ്ണം ദൈവം ഒരു അനുഗ്രഹിക്കപ്പെട്ട ജോലി ദൈവം നൽകാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ മൂത്ത 2 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. മൂത്ത മോള് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ അവളോട് ദൈവാത്മാവ് ആലോചന കൊടുത്തു, നീ വിദേശത്ത് പഠിക്കും എന്ന് ദൈവാത്മാവ് ആലോചന കൊടുത്തു. അപ്പൊ ആലോചനയുടെ ബലത്തിൽ, സാമ്പത്തികത്തിന്റെ ബലത്തിലല്ല, ആലോചനയുടെ ബലത്തിൽ ഞങ്ങള് മോളെ വിദേശത്തേക്ക് പഠിക്കാൻ അയച്ചു. ഇപ്പോൾ US മിഷിഗൺ എന്ന് പറയുന്ന സ്ഥലത്ത് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മകള് തിരുവല്ല പുഷ്പഗിരിയിലെ ദന്തൽ BDS പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദേശത്ത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത്, ദൈവം എന്നെ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കാതെ പഴയ കൂട്ടുകെട്ടും ആ ബന്ധത്തിൽ ജീവിച്ചതായിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോയേനെ, നശിച്ചു പോയേനെ. പക്ഷേ കഴുതയുടെ പുറത്ത് കർത്താവ് കയറിയപ്പോൾ കഴുതയ്ക്ക് വലിയൊരു ബഹുമാനം ലഭ്യമാകാനിടയായി തീർന്നു. ഒരാള് പറഞ്ഞു കേട്ടത്, ആ കഴുത പിന്നീട് ജംഗ്ഷനിലൂടെ പിന്നിറങ്ങി നെഞ്ചു വിരിച്ച് നടന്നു. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതുപോലെ തനിക്കൊരു ബഹുമാനം കിട്ടുമെന്നും കണ്ട് ഇറങ്ങി നടന്നു. പക്ഷേ കല്ലേറാണ് കിട്ടിയത്. കല്ലേറ് കിട്ടി വീട്ടിൽ ചെന്നപ്പോ, കരഞ്ഞോണ്ട് ചെന്നപ്പോ അമ്മ കഴുത ചോദിച്ചു, എന്താ കരഞ്ഞോണ്ട് വരുന്നതെന്ന് ചോദിച്ചപ്പോ കഴുത പറഞ്ഞു, എന്നെ എല്ലാരും കൂടി എറിഞ്ഞ് ഓടിച്ചു. കഴിഞ്ഞ പ്രാവശ്യം പുതപ്പൊക്കെ വിരിച്ച് വലിയ സ്വീകരണം കിട്ടിയതും കണ്ടാ ഈ പ്രാവശ്യവും പോയത്. പക്ഷെ ഈ പ്രാവശ്യം ചെന്ന പേരാ കിട്ടിയത് എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ തള്ളക്കഴുത പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ആരായിരുന്നു നിന്റെ കൂടെ ഉണ്ടായിരുന്നത്, നിന്റെ മേൽ ആരായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ കഴുത പറഞ്ഞു, യേശു പറയുന്ന ഒരാളായിരുന്നു. അപ്പം തള്ള പറഞ്ഞു, കിട്ടിയ ബഹുമാനമൊക്കെ നിന്റെ ഗുണം കൊണ്ടോ കഴുതയുടെ കുടുംബത്തിൽ നിന്നോ ലഭ്യമല്ല, നിന്റെ മേൽ ഇരുന്ന ആളിലൂടെ ലഭ്യമായതാണ് എന്ന് പറഞ്ഞ കഥ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും സ്തോത്രം, ഞങ്ങൾക്ക് സന്തോഷകരമായ ഇതിനകത്ത് സ്വഭാവജീവിതത്തിൽ പ്രാവശ്യം വേണ്ട എന്ന് വെക്കത്തക്ക നിലകളിലുള്ള പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ആഞ്ഞടിച്ചു. കൊടുങ്കാറ്റും തിരമാലകളും ഒക്കെ വടകിന് നേരെ അതിന്റെ ആഞ്ഞടിച്ചു കടന്നു വന്നു. പക്ഷെ അതിന്റെയൊക്കെ നടുവിൽ ദൈവം 22 വർഷം കർത്താവിന്റെ വേല ജനിച്ചു വളർന്ന ആ സ്ഥലത്ത് ചെയ്യുവാനായിട്ട് ദൈവം ഇടയാക്കി. ഈ ദൈവം നല്ല ദൈവമാണ്. ഈ ദൈവത്തെ വേണ്ടുന്ന നിലകളിൽ ഓർപ്പിച്ചതുപോലെ പൂർണ്ണമായി വിട്ടിറങ്ങാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞ്, സ്നാനപ്പെട്ട് ഞാൻ ആദ്യം നിന്നതുപോലെ സ്വർഗത്തിൽ പോകാൻ നിൽക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ അതുകൊണ്ടാകത്തില്ല. തീർച്ചയായിട്ടും പ്രാർത്ഥിച്ച് വചനം അറിഞ്ഞനുസരിച്ച് പൂർണ്ണമായും ദൈവിക അഭിഷേകമാണ് എൻ്റെ അനുഭവത്തിൽ ഒരു വ്യക്തിയെ കർത്താവിന്റെ വരവിങ്കിൽ എടുക്കപ്പെടാൻ സഹായിക്കുന്നതും ഇപ്പോൾ തന്നെ ചോദിക്കുന്നതിനും നരിക്കുന്നതിനും അത്യന്തപരമായി നമ്മുടെ ഈ ഭൂമിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ
നമുക്ക് മതിയായി വേണ്ടതായി വരുന്നത്. അതുകൊണ്ട് അതിന്റെ നിലവാരത്തിൽ എത്തിച്ചേരാൻ ദയവ് ചെയ്ത് ആരും പുറമോട്ട് പോകാതെ ഒരു പടിയൂടെ മുമ്പോട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഇതിന്റെ എല്ലാം പിന്നിൽ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നത് കർത്താവിന്റെ വരവിൽ നമുക്ക് എടുക്കപ്പെടണം. അപ്പോൾ തന്നെ ഈ ഭൂമിയിൽ ദൈവം തരുന്ന ആയുഷ്യ കർത്താവിന്റെ ഒരു ഉത്തമ സാക്ഷിയായി ജീവിക്കുവാൻ എൻ്റെ ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവനാമ മഹത്വത്തിനും അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ആത്മീയ അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ എന്ന് ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ അവസരം തന്ന ദൈവത്തിനും അപ്പോൾ തന്നെ ഈ ചാനല് ആന്റി ഇതിനെ മുഖാന്തരമായ ശ്രദ്ധിച്ച് എന്നെ കേട്ട എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. ആമേൻ. കർത്താവിന്റെ ദാസനെ നന്ദിയുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തിന് നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും. എന്ന കർത്താവേ, ടെസ്റ്റിമണി ചാനലിലൂടെ ഇന്ന് പകൽക്കാലം അടിയന്റെ സാക്ഷ്യവും പങ്കിടുവാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. ഇതിന് മുഖാന്തരമായ ചലാന്റിക്കായി കുടുംബത്തിനായി ഈ ചാനലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കായും സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം കർത്താവെ കേൾക്കുന്ന എല്ലാവർക്കും അത് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇനിയും അനേകരുടെ സാക്ഷ്യം ചാനലിലൂടെ പങ്കുവെക്കുവാൻ കർത്താവ് കൃപ നൽകണമേ. വിട്ടുപോയ എല്ലാ വിഷയങ്ങളിലും ദൈവം കരുണ കാണും. താഴ്ത്തും പ്രാർത്ഥന കേട്ടതായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ പാസ്റ്റർ. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു പാസ്റ്റർ.